കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തേക്കായാലും അല്ലെങ്കിൽ വിരുന്നുകാർ വരുന്ന സമയത്തേക്കൊക്കെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലം പോളയുടെ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഉണ്ടാക്കിയെടുക്കാൻ സിമ്പിളാണ്, അതുപോലെ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റിയുമാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് നേന്ത്രപ്പഴമാണ്. അപ്പോൾ ഞാനിവിടെ ഇത് 3 പഴം, ഇതിൽ 2 ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. ഈ ഒരു വലിപ്പത്തിലുള്ള നേന്ത്രപ്പഴമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 തന്നെ എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഈ 2 ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ആദ്യം ഒന്ന് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. നെയ്യിൽ വഴറ്റിയെടുക്കുമ്പോഴാട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ഒരു സോസ്പാൻ ചൂടായ ശേഷം അതിലേക്ക് ഒരു 3 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ അണ്ടിപ്പരിപ്പായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ബദാം വേണമെങ്കിൽ ബദാം എടുക്കാം, ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അത് നെയ്യിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ നമുക്കതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉണക്ക മുന്തിരി അതും ചേർത്ത് കൊടുത്തിട്ട് അത് ആ അണ്ടിപ്പരിപ്പൊന്നും ആയി വരുന്ന സമയത്ത് അതിട്ട് കൊടുത്താൽ മതി. അപ്പം മുന്തിരിയൊക്കെ ഒന്ന് നെയ്യിൽ കിടന്നിട്ട് ഒന്ന് ബബിളായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ആ നെയ്യിൽ നിന്ന് ഇത് കോരിയെടുക്കാം. ഇനി നമുക്ക് ആ ഒരു സെയിം നെയ്യിൽ തന്നെ നമുക്ക് ഈ നേന്ത്രപ്പഴം ഒന്ന് വഴറ്റിയെടുക്കണം. ആ നേന്ത്രപ്പഴം അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നേന്ത്രപ്പഴം വഴറ്റി നന്നായിട്ട് ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിങ്ങനെ ചെറിയ പീസായിട്ട് കിടന്നോട്ടെ, എന്നാലേ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ നമ്മുടെ പോളയ്ക്ക്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ ഒരു പാത്രം ഇതുപോലെ അടിക്കിങ്ങനെ ചെറുതായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കഴുകിയതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതിലേക്ക് ഈ ഒരു സേമിയ ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ഓൾറെഡി റോസ്റ്റ് ആക്കി എടുത്തിട്ടുള്ള സേമിയാണ്. അപ്പോൾ ഒരുപാട് റോസ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വറുത്തെടുക്കാത്ത സേമിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചൂടാക്കി എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കതിലേക്ക് അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു പാനിലിട്ടിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഞാനിവിടെ 1/2 കപ്പ് സേമിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് സേമിയയിലേക്ക് ആദ്യം 1/2 കപ്പ് പാൽ ഒഴിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 1/2 കപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ടോട്ടൽ 1 കപ്പാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1/2 കപ്പ് മാത്രം ഒഴിച്ച് കൊടുത്ത് വേവിച്ചെടുക്കുന്ന സമയത്ത് അത് നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഒരു 1/2 കപ്പ് കൂടെ ചേർക്കുക. അങ്ങനെ ടോട്ടൽ 1 കപ്പ് പാൽ വെച്ചിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. പിന്നെ ഒരുപാട് അങ്ങ് വെന്ത് അത് കുഴഞ്ഞു പോവേണ്ട കേട്ടോ. നമുക്കറിയാമല്ലോ ഏകദേശം എത്രത്തോളം വേവ് വേണം എന്നുള്ളത്. ആ രീതിയിൽ ചെയ്താൽ മതി. ഒരുപാട് കുഴഞ്ഞു പോകുന്ന ഇത് തൊട്ട് മുന്നേയുള്ള സ്റ്റേജിലായിട്ട് നിർത്തി വെക്കാം കേട്ടോ. അപ്പോൾ എത്രയും മതി. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇത് തണുക്കുന്ന സമയത്ത് ഒന്നുകൂടെ തിക്കായിട്ട് വരും കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇത് നമുക്ക് മിക്സിയിലും ചെയ്തെടുക്കാം കേട്ടോ. മിക്സിയൊന്നും വേണമെന്നില്ല, നമ്മൾ ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. പിന്നെ അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഞാൻ ഇവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഏലക്ക പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാരയൊക്കെ മെൽറ്റ് ആവുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സെയിം സംഭവം തന്നെ നമുക്ക് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്താലും മതി. ഈ മിക്സ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാൻ തോന്നുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇനി ചെയ്യേണ്ടത് ഈ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഈ മുട്ടയുടെ മിക്സിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള സേമിയ ഉണ്ടല്ലോ, അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് തിക്കായി തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടെ പാലൊന്ന് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ലൂസാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ആ ഒരു പാലിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മുട്ടയുടെ മിക്സിയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ വഴറ്റിയെടുത്തിട്ടുള്ള പഴം കൂടി അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ കായ്പോളയൊക്കെ തയ്യാറാക്കി എടുക്കൂലേ, ആ ഒരു മെത്തേഡ് തന്നെയാണ്. പക്ഷേ അതിലേറെ ഒന്നുകൂടെ ടേസ്റ്റിയാണ്. അതിൻ്റെ ഒരു വേറെ ടേസ്റ്റ് ആയിട്ട് വരും. ഏകദേശം അതിൻ്റെ ടേസ്റ്റ് ആണെങ്കിലും അതിലേറെ ഒന്നുകൂടെ ഒരു സേമിയൊക്കെ ചേർക്കുന്നതോടെ ഒന്നുകൂടെ സ്പെഷ്യലായിട്ടുള്ള ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഞാൻ സെയിം സോസ് പാൻ തന്നെയാണ് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ്, 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ആ നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഈ ഒരു ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ചും കൂടെ വീതിയിലാണ് നിങ്ങൾക്ക് പോള വേണ്ടത്, അതിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ. ഞാൻ ഈ ഒരു പാനിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കത് അടച്ചു വെച്ചിട്ട് ഒരു 20-25 മിനിറ്റിനുള്ളിൽ തന്നെ അത് ബേക്കായി കിട്ടും. ഞാൻ ചെറിയ തീയിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇതിന് മുകളിലായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ഇട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഡെക്കറേഷന് വേണ്ടി മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നിങ്ങളുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ തീയിനനുസരിച്ചാണ് നിങ്ങളിത് ചെയ്യേണ്ടത്. ഞാൻ ഇതിൻ്റെ അടിയിൽ ഭാഗത്ത് ഒരു പാനും കൂടെ പഴയൊരു പാനൊന്ന് വെക്കുന്നുണ്ട്. അപ്പം ചൂടിനനുസരിച്ച് ചെയ്യുക. ചില സ്റ്റൗവ് തീരെ കത്താത്ത സ്റ്റൗവ് വെക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാൻ വെക്കേണ്ട ആവശ്യമില്ല. കരിഞ്ഞു പോകുന്ന പേടിയുള്ളവർ മാത്രം ഇതുപോലെ ഒരു പഴയ പാൻ അടിയിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഒരു 25 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുകൾ ഭാഗം ഒന്ന് തൊടുന്ന സമയത്ത് ഒട്ടിപ്പോകുന്നൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. തണുത്ത ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്തെടുത്താൽ, തണുത്ത ശേഷം പെട്ടെന്ന് തന്നെ നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഡിമോൾഡ് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പോളയുടെ റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഗസ്റ്റ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവം തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക്